വയനാട് മുണ്ടക്കയിലുണ്ടായത് ഡാം ഇഫക്റ്റ് എന്ന വിദഗ്ധ സംഘത്തിന്റെ കണ്ടെത്തൽ. ഉരുൾപൊട്ടിയ ദിനം മേഖലയിൽ ലഭിച്ചത് 570. പുഞ്ചിരിവട്ടത്തെ താമസം സുരക്ഷിതമല്ലെന്ന് ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായി. ചൂരൽമലയിൽ താമസിക്കാമെന്നും ദൗത്യ സംഘത്തിന്റെ വിലയിരുത്തൽ. കൊൽക്കത്തയിൽ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ആശുപത്രി തകർത്ത കേസിൽ 9 പേർ അറസ്റ്റിൽ. പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തി CBI. ആക്രമണത്തിന് പിന്നിൽ BJP CPM പ്രവർത്തകരെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി. ഡോക്ടറുടെ കൊലപാതകത്തിൽ കേരളത്തിൽ നാളെ ഡോക്ടർമാരുടെ സമരം. സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് രാജ്യം. ഏക സിവിൽ കോഡും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പും നടപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പിൻനിരയിലേക്ക് ഒതുക്കിയ ആഘോഷം. നാടിന്റെ അതിജീവനത്തിന് ഊർജം പകരുന്നതാകണം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളെന്ന് മുഖ്യമന്ത്രി. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചാരണത്തിന് പിന്നിൽ ഇടതുപക്ഷമെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷം. വ്യക്തമായ തെളിവുകളുണ്ടെന്ന് കെ സുധാകരൻ. മതസ്പർദ്ധ വളർത്തുന്ന പ്രചാരണം ഇടതുപക്ഷത്തിന്റെ രീതിയല്ലെന്ന് ബിനോയ് വിശ്വം. സ്ക്രീൻഷോട്ടിൽ ക്രിമിനൽ നടപടി വേണമെന്ന് കെ സുരേന്ദ്രൻ. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നാളെ പ്രഖ്യാപിക്കും. ആടുജീവിതത്തിലെ പൃഥ്വിരാജിനും കണ്ണൂർ സ്ക്വാഡ് കൂടുതൽ വേഷങ്ങളിലൂടെ മമ്മൂട്ടിക്കും പുരസ്കാര സാധ്യത. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശനിയാഴ്ച പുറത്തുവിടും.